ഇന്നത്തെ സബ്ജക്ട് കൊറ്റംകുളങ്ങര അമ്പലത്തിലെ ചമയവിളക്ക്. എൻ്റെ നാട് കരുനാഗപ്പള്ളിയാണ്. കരുനാഗപ്പള്ളിയുടെ തൊട്ടടുത്തായിട്ട് ചവറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ കൊറ്റംകുളങ്ങര എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. കേരളത്തിൽ അതുപോലൊരു ക്ഷേത്രം ഉണ്ടോ എന്ന് സംശയമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചമയവിളക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളാണ് സ്ത്രീവേഷം കെട്ടി ചമയവിളക്ക് എടുക്കുന്നത്. അതെ അതെ, അങ്ങനെ എടുത്തെടുത്ത് നമ്മൾ കുറച്ച് കോൺട്രവേഴ്സിയും കാര്യങ്ങൾ കണ്ടായിരുന്നു. കോൺട്രവേഴ്സി അല്ല, കുറച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ നടന്നു. ഓക്കെ, ട്രാൻസ്ജെൻഡറുമായിട്ട് കുറച്ച് അടികളും കാര്യങ്ങളും ആണെന്ന് തോന്നുന്നു. അതുമല്ലാതെ ആരടുത്തൊക്കെ ഇറങ്ങിപ്പോ നീ വിളക്കെടുക്കാൻ വന്നതാണ്, വിളക്കെടുക്കാൻ വന്നല്ലെങ്കിൽ ഇറങ്ങും പെട്ടെന്ന്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ റീൽസ് കാര്യങ്ങൾ കണ്ടായിരുന്നു. നിങ്ങളും കണ്ടു കാണും. സോ അതിനെ പറ്റിയുള്ള ചർച്ചകളായിരിക്കും, കണ്ടുവെക്കാം. എല്ലാ വട്ടവും ഒരുപാട് ആളുകൾ ഇത് കാണാൻ വരികയും ഭയങ്കരമായിട്ട് വൈറലാവുകയും നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വന്ന ദിവസം തുറന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും കാണുന്നത്. അതെ അതെ, ഇങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. ഫുള്ളും ഒരു 500 റീൽ അതായിരിക്കും ഓരോരുത്തർ ഇടുന്നത്. സോ വീഡിയോയുടെ ടൈറ്റിൽ കണ്ടു നോക്കാം. കൊറ്റംകുളങ്ങര ചമയവിളക്ക് ഇഷ്യൂ. എന്തോ ഇഷ്യൂ അവിടെ നടന്നിട്ടുണ്ട്. ട്രാൻസ്ജെൻഡറിന്റെ അഴിഞ്ഞാട്ടം കൂടുന്നു. അതെ അതെ, ഒരു ബില്ല് പാസ്സാക്കി ഇനി മുതൽ അവന്മാരെ തുണിയിട്ട് മര്യാദ ആണുങ്ങളെ പോലെ നടക്കാൻ പറഞ്ഞോണം. സോ തമിഴിൽ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡറിന്റെ തോന്നിവാസം ആട്ടി ഓടിച്ച അമ്പല കമ്മിറ്റിക്കാർ. അതെ അതെ, അമ്പല കമ്മിറ്റിക്കാർ കുറച്ചു പേരെയൊക്കെ ആട്ടി ഓടിക്കുന്നത് ഞാനും കണ്ടായിരുന്നു. നിങ്ങൾ കണ്ടാണ് റീൽസിൽ. ബാക്കി വീഡിയോയിലോട്ട് കിടക്കാം. ഞാനൊരു അമ്പലവിശ്വാസി അല്ലാത്തത് കൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ അറിവില്ലാത്തതിന്റെ പേരിലും ഞാൻ ഇത് വിചാരിച്ചു വെച്ചിരുന്നത്, ഞാൻ ഒരു സമയം വരെ വിചാരിച്ചു വെച്ചിരുന്നത് ഇത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ അമ്പലമാണെന്നാണ്. അല്ല, ആണുങ്ങളുടെ അമ്പലമായിരിക്കും. സീരിയസ്ലി. കാര്യം എന്ന് പറഞ്ഞാൽ കൊറ്റംകുളങ്ങരയിലെ ഈ ചമയവിളക്ക് 2 ദിവസമാണ് ഈ പരിപാടി നടക്കുന്നത്. ആണുങ്ങൾ ഒരു പ്രത്യേകതരം വിളക്ക് ഇങ്ങനെ നേരെ തിരിയിട്ടിട്ട് അതിന് താപ്പൊട്ടി വടിയൊക്കെ ഉണ്ട്. ആ രീതിയിലാണ് വിളക്ക്. ആ വിളക്ക് എടുത്തുകൊണ്ട് കോലം. അതെ അതെ, നിങ്ങളും കുറെ റീൽസ് കണ്ടാണ് ആ വിളക്കിന്റെ. കിട്ടിയിട്ട് വന്ന് അനുഗ്രഹം മേടിക്കുകയാണ്. ഈ രീതിയിലൊക്കെയാണ് കഷ്ടപ്പെട്ടിട്ട് വ്രതം എടുത്തിട്ടൊക്കെയാണ് ആണുങ്ങൾ ഇതുപോലെ ചമയവിളക്ക് എടുക്കാൻ വരുന്നത്. പക്ഷേ നമ്മൾ ഇപ്പം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ ഏറ്റവും കൂടുതൽ വിളക്കെടുക്കാൻ വേണ്ടി വരുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. അതെ അതെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ജാസിക്കുട്ടനും വൈറലായിട്ടുണ്ടായിരുന്നു. അവിടെ വന്നു. ഇത് ട്രാൻസ്ജെൻഡർ ആണോ അതോ ട്രാൻസ്ജെൻഡർ അല്ലയോ എന്നൊന്നും മനസ്സിലാവാത്ത അവസ്ഥയാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്ന് ട്രാൻസ്ജെൻഡേഴ്സ് വരുന്നുണ്ട്. ഇത് കേരളത്തിൽ നിന്ന് മാത്രമല്ല. ചുമ്മാ കുത്തി ഇറക്കണം അവന്റെ ചെവിയില്. അവന് ചെവിയൊന്നും വേണ്ടേ? തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഇനി എവിടൊക്കെ ഉണ്ടോ അവർ ഇവരുടെ ഒരു അമ്പലം പോലെ ഇവരുടെ അമ്പലം അതൊക്കെ അങ്ങ് മാറ്റി. സത്യം പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സ് ഈ അമ്പലം നോക്കും യാതൊരു ബന്ധവുമില്ല. നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ ഒരു പുരുഷനെ ഒരുക്കുവാണ് ഈ വിളക്കെടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര രസമായിട്ട് ഫണ്ണായിട്ടും ഒക്കെ നമുക്ക് തോന്നും. എന്റെ ഒരു സുഹൃത്തു ഈ ഒരു സാധനം എടുത്തായിരുന്നു. അവന്റെ കൂടെ പോയി നമ്മളും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതമാണ്. കണ്ടില്ലേ ഈ രീതിയിലൊക്കെ ഒരുങ്ങി വരുന്നത്. അപ്പം ഇങ്ങനെയുള്ളവനെ കൊരത്തി കാണുമ്പോൾ നമുക്കൊരു അത്ഭുതവും ഒരു ഇതും. ഓക്കെ, അപ്പം അതെ അതെ, കുറച്ച് പേര് പെണ്ണുങ്ങളെക്കാളും അടിപൊളിയായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞു വന്നത് കൊറ്റംകുളങ്ങരയിലെ ചമയവിളക്ക്. ഈ ഒരു സബ്ജക്റ്റ് എടുത്ത് സംസാരിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വട്ടവും നമ്മുടെ ജാസി ഈ അമ്പലത്തിൽ വന്നപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു സബ്ജക്ട് ഞാനും കണ്ടായിരുന്നു. പിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഈ അമ്പല കമ്മിറ്റിക്കാര് ആ ഒരു കാര്യത്തെ എതിർക്കുന്നു എന്ന്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ എണ്ണം വെറും പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത്. അതെ അതെ, എന്ന് പറഞ്ഞാൽ കുറച്ച് ഓൺലൈൻ മീഡിയാസ് അവിടെ കാണും. എങ്ങനെയെങ്കിലും കുറച്ച് ബൈറ്റുകൾ കൊടുക്കണം, അതിന് വേണ്ടി വരുന്നവരുണ്ട്. എങ്ങനെയെങ്കിലും വൈറലാവണം, കുറച്ച് വീഡിയോ കൊടുക്കണം, ഇങ്ങനെയൊക്കെ വരുന്നവരുണ്ട്. അതാണ് ഉദ്ദേശം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തൊഴണ്ട, ഒരു മാങ്ങാത്തുലിയും വേണ്ട, വരിക, ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന സർജറി കഴിഞ്ഞ ടീംസും ഇവിടെ വരുന്നുണ്ട്. വിളക്കെടുക്കുന്ന തൊഴിലൊന്നും കാണുന്നൊന്നുമില്ല. കുറെ അമ്മമാരുടെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കുന്ന കാണുന്നുണ്ട്. ഈ കൊറ്റംകുളങ്ങര വന്ന് മാത്രം ഫേമസ് ആയ ടീംസും ഉണ്ട്. ഇവിടെ വന്നിട്ട് വെറും തോന്നി മാസം തന്തയില്ലായ്മയാണ് കാണിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ പറയാം. 1-2 വീഡിയോ കാണിച്ചു തരാം. അവിടെ അമ്പലത്തിൽ വന്നിട്ട് വാവാടയിട്ട് കറങ്ങുന്നു. ഇത് അമ്പലം തന്നെയാണോ എനിക്ക് മനസ്സിലാവുന്നത്. ഇവക്കൊക്കെ കൂത്താടാനുള്ള സ്ഥലമാണത്. ഇതിന് ചുക്കാൻ പിടിക്കാൻ കുറെ ഓൺലൈൻ അണ്ണന്മാരുണ്ടല്ലോ, ക്യാമറയായിട്ട് ഇവിളുമാരെ പോറയില്ലേ ക്യാമറയായിട്ട് കിടക്കുന്ന പാപ്പരാസികൾ. അവന്മാർ ഇതിന് ഇവിളുമാരെന്ന് വിളിക്കണോ അതോ ഇവന്മാരെന്ന് വിളിക്കണോ സംശയമാണ്. കാര്യം നമുക്ക് അറിയത്തില്ല ഇത് ഏത് ഗണത്തിൽപ്പെട്ടതാണെന്ന്. ഈ ഒരു കാര്യം സഹി ഇട്ടപ്പോഴത്തേക്കും അമ്പല കമ്മിറ്റിക്കാർ വന്ന് പറഞ്ഞ് ഇറങ്ങി പോകാൻ ഇവിടുന്ന്. അതിന്റെ വീഡിയോ കാണിച്ചത് ഈ ഇവിടെ തന്നെയാണ് പറയുന്നത്. ഇവളല്ല യവൻ എന്ന് പറയും. കൂപ്പണുമില്ല, ഒന്നുമില്ല. അവിടെ നിന്ന് ഫോട്ടോയ്ക്ക് ഷൂട്ട് ചെയ്യാനും മറ്റും ഡാൻസ് കളിക്കാനും വന്നതാണെന്ന് തോന്നുന്നു. അതാ പറഞ്ഞ അവിടെ കൂപ്പണും ഇല്ല, ഒന്നുമില്ല. വെറുതെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തൊഴാൻ വരുന്നവർക്ക് വരെ ബുദ്ധിമുട്ടാണ്. ഇവളുമാര് കാരണം, ഈ ടീംസ് കാരണം തൊഴാൻ വരുന്നവർക്ക് വരെ ബുദ്ധിമുട്ടാണ്. അതൊരു തോന്നിവാസമാണ് അമ്പലത്തിന്റെ അവിടെ കിടന്ന് കാണിക്കുന്നത്. അതുപോലെ പറമ്പ് സെറ്റ് ചെയ്ത് കൊടുക്കും ഇവളുമാർക്ക് ഫോട്ടോ എടുക്കാനോ ഷോ കാണിക്കാനോ. അവിടെ വേറെ അയ്യുണ്ട്, അവിടെ കാണാൻ പോയി കിടന്ന് കാട്ടട്ടെ. എന്തിനാണ് ഈ അമ്പലത്തിന് നടയിൽ വന്ന ടീമാര് തോന്നിവാസം കാണിക്കുന്നത്? കുറെ എണ്ണം അങ്ങ് ഇറങ്ങിയേക്കുക. ഇത് വന്ന് ഈ അമ്പലത്തിന്റെ ഐതിഹ്യം തന്നെ മാറി.
ഇതിപ്പം സീരിയസ്ലി ഇത് ട്രാൻസ്ജെൻഡറിന്റെ അമ്പലം എന്നുള്ള രീതിയിലായി അടി നടന്ന അവിടെ. ഇതിന്റെ ഈ അമ്പലത്തിന്റെ ഐതിഹ്യം ഞാനൊന്ന് വെക്കാം. ആണു പെണ്ണായി മാറുന്ന ഈ കൗതുക കാഴ്ച കാണാൻ ധാരാളം സഞ്ചാരികളും ഇവിടേക്ക് എത്താറുണ്ട്. കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. എന്നാൽ ഏറെ പ്രസിദ്ധമായ ഐതിഹ്യം ഇങ്ങനെയാണ്. കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം ഇപ്പോൾ നിലനിൽക്കുന്നിടത്ത് ആദ്യം ഒരു കൊടും കാടായിരുന്നു. ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറേ മൂലയിൽ ഭൂതക്കളം എന്നു പേരുള്ള ഒരു ചെറിയ കുളവുമുണ്ടായിരുന്നു. മഴക്കാലമാകുമ്പോൾ കുളം നിറഞ്ഞു കവിഞ്ഞ് അടുത്തുള്ള പാടത്തേക്ക് ഒഴുകുമായിരുന്നു. വെള്ളവും പുല്ലും നിറഞ്ഞ ഈ പ്രദേശത്ത് സമീപവാസികളായ കുട്ടികൾ കന്നുകാലികളെ മേയ്ക്കാനായി ഇവിടേക്ക് വരുമായിരുന്നു. ഒരു ദിവസം ആ പ്രദേശത്ത് നിന്നും കുട്ടികൾക്ക് ഒരു നാളികേരം വീണു കിട്ടുകയും അടുത്തുള്ള ഒരു കല്ലിന്റെ മുകളിൽ വെച്ച് കുത്തിയത് പൊളിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവത്രേ. ആ സമയം ലോഹക്കഷ്ണം ആ കല്ലിൽ തട്ടിയപ്പോൾ അതിൽ നിന്ന് നിണം വാർന്നു വന്നു. ഇത് കണ്ട കുട്ടികൾ വീട്ടുകാരോട് കാര്യം പറഞ്ഞു. എല്ലാവരും അത് കാണാനായി അവിടെ ഓടിയെത്തി. പിന്നീട് പ്രമാണിയുടെ നേതൃത്വത്തിൽ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ആ കല്ലിൽ ദേവി, അതായത് സാത്വിക ഭാവത്തിലുള്ള വനദുർഗ കുടികൊള്ളുന്നതായി കണ്ടെത്തി. ദേവീ സാന്നിധ്യം കണ്ട ശിലയ്ക്ക് ചുറ്റും കുരുത്തോല പന്തൽ കെട്ടി വിളക്ക് വയ്ക്കുകയും ചെയ്തു. പിന്നീട് ക്ഷേത്രം അവിടെ നിർമ്മിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിന്റെ പേര് കൊറ്റൻകുളങ്ങര എന്നറിയപ്പെട്ടു തുടങ്ങി. ക്ഷേത്ര മേൽക്കൂരയായി വായുമണ്ഡലം സങ്കല്പിക്കണമെന്നും മേൽക്കൂര നിർമ്മിക്കരുതെന്നും ദേവപ്രശ്നവിധി ഉണ്ടായിരുന്നതിനാൽ ഇവിടുത്തെ ക്ഷേത്രത്തിന് മേൽക്കൂരയില്ല. ആദ്യകാലത്ത് ഉഗ്രരൂപിണിയായ ദേവിയുടെ മുന്നിൽ പോകാൻ സ്ത്രീകൾക്ക് ഭയമായിരുന്നു. ആൺകുട്ടികളും പുരുഷന്മാരുമായിരുന്നു പെൺവേഷത്തിൽ വിളക്കെടുത്തിരുന്നത്. അത് ക്രമേണ അഭീഷ്ടവരദായകമായ ആചാരമായി മാറി. അന്നു മുതൽ നാളികേരം ഇടിഞ്ഞ് പിഴിഞ്ഞെടുത്ത കൊറ്റൻ ദേവിക്ക് നിവേദ്യമായി നൽകി തുടങ്ങി. ദേവീ ചൈതന്യം കണ്ടെത്തിയ ശിലയ്ക്ക് ചുറ്റും ഗോപാലബാലന്മാർ കുരുത്തോല കൊണ്ട് അമ്പലം കെട്ടിയതിന്റെ സ്മരണയ്ക്കാണ് ഇന്നും കുരുത്തോല പന്തൽ കെട്ടുന്നത്. കൊറ്റൻ നിവേദ്യമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ദുർഗാദേവിയെ കൂടാതെ ശ്രീ പരമേശ്വരൻ, ശ്രീ ഗണപതി, ശ്രീ ധർമ്മശാസ്താവ്, യക്ഷിയമ്മ, മാടൻ ഭഗവാൻ, നാഗരാജാവ് എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രതിഷ്ഠകൾ. ഓക്കെ അപ്പൊ പറഞ്ഞു വരുന്നത് ഏതോ ഒരു പണ്ട് കൊച്ചു പിള്ളേർ അവിടെ നിന്ന് കല്ലെടുത്ത് അടിച്ചപ്പോഴത്തേക്ക് എന്തൊക്കെയോ വന്നു, അത് അവിടെ എന്തൊക്കെയോ പ്രശ്നം വെച്ച് നോക്കി പ്രതിഷ്ഠിച്ചു. പിന്നെ ആൾക്കാർക്ക്, പെണ്ണുങ്ങൾക്ക് പേടിയായി, ആണുങ്ങൾ സാരി ചുറ്റി അവിടെ കൂടെ ചെന്ന് എന്തൊക്കെയോ വിളക്കൊക്കെ കത്തിച്ചു. അങ്ങനെ പെണ്ണുങ്ങൾ പോവാതെ ആണുങ്ങൾ പോയി ഇപ്പം എല്ലാം ആണുങ്ങളാണ് അവിടെ ചെയ്യുന്നത്, അല്ലാതെ ട്രാൻസ്ജെൻഡർ അല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതാണ് ഐതിഹ്യം. ഇതിനകത്ത് എവിടാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഉള്ളത്? എനിക്കൊന്ന് പറഞ്ഞു മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് എവിടാണ്? ഇവിടെ വന്ന് നിരങ്ങുകയാണ്. ഇത് വന്ന് തൊഴുതിട്ട് പോട്ടെ, അതുമല്ല. ഇത് പുറകെ കിടന്ന് കാണിക്കുന്ന കാട്ടായങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ തൊലി ഉരിയുന്ന കാര്യങ്ങളാണ് ഈ അമ്പലത്തിന്റെ ആചാരം എന്ന് പറഞ്ഞിട്ട് ഇവളുമാർ ഇവിടെ വന്ന് കിടന്ന് കാണിക്കുന്ന കാട്ടായങ്ങൾ. എന്റെ കഴിഞ്ഞ ദിവസം ഈ അമ്പലത്തിൽ ഈ കമ്മിറ്റിക്കാർ വന്ന് ഇടപെട്ട സമയത്ത് ഇവിടെ തൊഴാൻ വന്ന കുറെ എണ്ണമായിട്ട് കമ്മിറ്റിക്കാർ അടിയുണ്ടായി. അതിന്റെ വീഡിയോ ഞാൻ വെക്കാം. അതാ 9 അടി ഉണ്ടാക്കുന്നു. ഇപ്പൊ എന്റെ അടുത്ത് ഈ വേഷത്തിൽ വിളക്കെടുക്കണം ചോദിക്കേണ്ട കാര്യം എനിക്ക് വിളക്കില്ല, എനിക്ക് തൊഴണം അമ്പലത്തിൽ. എന്ത് കുഴപ്പം? എനിക്ക് അമ്പലത്തിൽ തൊഴണം, എനിക്ക് വിളക്കില്ലടാ. വിളക്കില്ലെങ്കിൽ വീട്ടിൽ പോടാ, എനിക്ക് പോടാ. ഇല്ല, എനിക്ക് തൊഴണം. എന്ത് കുഴപ്പം? എന്ത് നീ വിളക്കില്ലാത്ത തൊഴിക്കൂല ഇവിടെ? ഇല്ലടാ, തൊഴിക്കില്ലടാ, നിന്നെ തൊഴിക്കും ഒരടി. നീ ആരോടാ? നീ ദേവസ്വം പോണ അമ്പലത്തിൽ കയറി നീ ആരാ? യവന്മാരുടെ അടുത്ത് പറയാൻ പോയാ ഇതല്ല ഇതിന്റെ അപ്പുറം കിട്ടുന്ന യവന്മാർക്ക് അറിഞ്ഞൂടെ? അവസാനം തുണി ഒരു കാണിക്കും. എങ്ങനെയുള്ള ടീംസ് ആണ്. പോടെ മാന്യമായിട്ട് സംസാരിക്കും അമ്പലത്തിൽ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഈ അമ്പലം ദേവസ്വം ബോർഡിന്റെ അണ്ടറിലല്ല. അവിടുത്തെ കമ്മിറ്റിക്കാർ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കമ്മിറ്റിക്കാർക്ക് ഇങ്ങനെയുള്ള ഈ ഷോ കാണിക്കാൻ വരുന്ന അമ്പലത്തിന്റെ ആചാരവും അതിന്റെ ഹിസ്റ്ററിയും തന്നെ മാറിക്കളഞ്ഞു. ഇപ്പം സീരിയസ്ലി ഇത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന ഇത് ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ അമ്പലമാണെന്നാണ്. സത്യമായിട്ട് ഇവിടെ ഇപ്പം വിളക്കെടുക്കാൻ വരുന്ന ഒരു 80% ആളുകൾ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. വിളക്കെടുത്തിട്ട് പോവല്ല, ഈ പട്ടിഷമാണ്. ഇത് വെറും ഷോ ഓഫ്. വിളക്കില്ല എന്ന് ഞാൻ തൊഴിലിട്ടേ പോകണല്ലോ. വിളക്കില്ല, ഞാൻ തൊഴിലിട്ടേ പോകണല്ലോ. എന്താ കുഴപ്പം? നീ തൊഴിലില്ലെന്ന് പറയാൻ നീ ആരിവിടെ? തൊഴിലിക്കൂലെന്ന് പറയാൻ നീ ആര്? ഒരു ദേവസ്വം ബോർഡ് അമ്പലത്തിൽ തൊഴിലിക്കൂലെന്ന് അത് അമ്പല കമ്മിറ്റിക്കാരനെന്ന് തോന്നുന്നു. അവന് പൈസ വരിച്ചിട്ട് ടിക്കറ്റ് കൂപ്പണെങ്കിലും എടുത്താടാ നീ. നിന്റെ കുടുംബകോവിലാ ഇത്? നിന്റെ കുടുംബകോവിലാണോ ഇത്? നിന്റെ കുടുംബകോവിലാണോ ഇത്? വിളക്കില്ല എന്ന് ഞാൻ തൊഴിലിട്ടേ പോകണല്ലോ.
നിന്റെ മുണ്ട് ഉടുപ്പിട്ടുണ്ട് ഞാൻ പോയി തൊഴാം. നീ സാരി കൊടുത്ത് ഇവിടെ നില്ല്. ഞാൻ ഏത് വേഷത്തിൽ തൊഴിൽ നീ പറഞ്ഞു. നീ മുണ്ട് ഉടുപ്പ് നീ മുണ്ട് ഉടുപ്പ് ഊരിത്താ. ഞാൻ നിന്റെ മുണ്ട് ഉടുപ്പിട്ടുണ്ട് ഞാൻ പോയി തൊഴാം. നീ സാരി കൊടുത്ത് ഇവിടെ നില്ല്. മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കണം കേട്ടല്ലേ. ദേവസ്വം ഇത് കണ്ടല്ലോ, ഇത് ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഇനി ഇതിന്റെ പുറകെ നടക്കുന്ന വേറൊരു കാര്യം ഞാൻ പറയാം. ഈ അമ്പലത്തിലെ ചമയവിളക്കിൽ പങ്കെടുക്കാനാന്ന് പറഞ്ഞ് കുറെ എണ്ണം എവിടുന്നൊക്കെയോ വരും. ഈ ചമയവിളക്ക് കൊറ്റംകുളങ്ങരയാണ് നടക്കുന്നതെങ്കിലും വേറെ കലാപരിപാടി കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിലാണ് നടക്കുന്നത്. ഈ വിളക്കെടുക്കാൻ വന്നതിനകത്ത് പകുതിയും കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കാണും. എന്തിനാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മറ്റേ പരിപാടിക്ക് ഇവരൊക്കെ അമ്പലത്തിൽ ദൈവത്തെ കണ്ട് അനുഗ്രഹം മേടിക്കാൻ വരുന്നതാണോ അതോ മറ്റേ ബിസിനസ് ചെയ്യാൻ വേണ്ടി വരുന്നതാണോ എന്ന് മനസ്സിലാവുന്നില്ല. കരുനാഗപ്പള്ളി നിങ്ങൾ പോയി നോക്കിയാൽ മതി. അന്ന് ഏതെങ്കിലും മുക്കിനും മൂലയിലും എവിടെങ്കിലും മരത്തിന്റെ കീഴിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കടയുടെ സ്ലാവിന്റെ അടിയിലോ അവിടെ എവിടുന്ന് എല്ലാം കാണും ഈ സാധനങ്ങൾ. ബസ് സ്റ്റാൻഡിൽ കാണുമെന്നാണ് പറഞ്ഞു വരുന്നത്. എന്നല്ല, പെണ്ണ് പോലത്തെ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ നാറികളുണ്ട്. കൂടുതലും ഇച്ചിരി പ്രായം ചെന്ന ടീംസാ. വെള്ളം അടിച്ച് ലെക്ക് ഇട്ട് നടക്കുന്നവന്മാര്. അവന്മാരാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത്. അമ്പലത്തിന്റെ പേരിൽ ഇവിടെ വന്നിട്ട് ഇമാതിരി പരിപാടി. നിന്റെയൊക്കെ തൊഴിൽ ഇതാണെങ്കിൽ നീ ഇതൊക്കെ ചെയ്തോ. എന്തിനാണ് ഈ അമ്പലത്തിന്റെ പേര് വന്നിട്ട് നമ്മുടെ നാട്ടിൽ കിടന്ന് ഈ മാതിരി തോന്നിയാസം കാണിക്കുന്നത്? അപ്പൊ ഇവര് ദൈവത്തിനുള്ള ഭക്തിമൂത്ത് തൊഴാൻ വേണ്ടി വരുന്ന അല്ലെങ്കിൽ വിളക്കെടുക്കാൻ ഈ ബില്ല് പാസ്സായതൊന്നും അമ്മമാർ അറിഞ്ഞില്ലേ? വേണ്ടി വരുന്നൊന്നുമല്ല. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി കുറച്ച് ബിസിനസ് പിടിക്കാൻ വേണ്ടി വരുന്നതാ. അമ്പലത്തിന്റെ പേരും പറഞ്ഞു വന്ന് കരുനാഗപ്പള്ളിയിൽ അല്ലെങ്കിൽ ചവറ ഭാഗത്തും കടന്നിട്ട് പരിപാടി. കമ്മിറ്റിക്കാരൻ അത് അമ്പലത്തിൽ ആരെങ്കിലും കാണാണെങ്കിൽ പിന്നെ കയറിപ്പിടി. ഒന്നാമത്തെ കാര്യം, ഒരുങ്ങി വരുന്നത് ആണാണോ പെണ്ണാണോ എന്ന് അറിയത്തില്ല. ഇത് മുതലാക്കാൻ വേണ്ടി വേറെ കുറെ നാറികൾ കയറി പിടിച്ചിട്ട് പറഞ്ഞാൽ മതി അയ്യോ ആണാന്ന് തെറ്റിദ്ധരിച്ചു പോയെന്ന്. അങ്ങനെ ഇതിന്റെ പുറകെ കുറെ നാറികൾ നടക്കുന്നുണ്ട്. തക്കതായിട്ടുള്ളൊരു നിയമ നടപടി ആളെ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് ഞങ്ങൾ സെലിബ്രിറ്റി ആയിട്ടൊന്നല്ല ഇവിടെ പറയുന്നത്. അമ്പലത്തിൽ തൊഴാം. എന്തോന്ന് ഞങ്ങള് സെലിബ്രിറ്റിയാ? നീ അതിനേത് നിന്റെ നീ 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 ഏത് കോലത്തെ സെലിബ്രിറ്റിയാടാ? സെലിബ്രിറ്റി ആയിട്ടല്ല പറയുന്നതെന്ന്. ഇവനെ എവിടെങ്കിലും കണ്ടിട്ടുണ്ടാ? സെലിബ്രിറ്റിയാ? സ്വന്തമായി പറയുകയാണ് ഞാൻ എലിവരിറ്റിയാണെന്നോ. ഒക്കോണം അങ്ങോട്ടെങ്കിലും ഒക്കെ. ഞങ്ങള് സെലിബ്രിറ്റി ആയിട്ടല്ലല്ലോ പറയും. ഇവന്റെ പേര് വല്ലതും ആണോ ഈ സെലിബ്രിറ്റി എന്ന്? ഇവൻ ഏതാണെന്ന് പോലും അറിയത്തില്ല. അവന്റെ ഒരു സെലിബ്രിറ്റി വന്നേക്കുന്നു. ഈ പെണ്ണൊക്കെ ഈ കൊറ്റംകുളങ്ങര വന്ന് മാത്രം ഫേമസ് ആയതും കണ്ടാണ്. ഇത് കഴിഞ്ഞോട്ടോ കണ്ട് കൊറ്റംകുളങ്ങര വന്ന് കണ്ട് ഫേമസ് ആയതും കണ്ടാണ്. പെണ്ണല്ലാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഫോളോവേഴ്സും കയറി. എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കി ഇവിടെ വന്നിട്ട് ഈ പരിപാടി ഷോ ഓഫ് കാണിക്കില്ല. സിനിമയിലേക്ക് പോകാൻ താല്പര്യമില്ല. വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇത് ട്രാൻസ് അല്ല കേട്ടോ. കുറെ പേര് കമന്റ് ഇട്ടിരിക്കുന്നു, അയ്യോ ട്രാൻസ് ആയിരുന്നു, ഇത് കാണാനാണോ 15,000 പേര് സബ്സ്ക്രിപ്ഷൻ എടുത്തത്. 15,000 പേര് സബ്സ്ക്രിപ്ഷൻ, 300 മാസം 19 ലക്ഷം രൂപ. എന്ത് കാണാനാണ്? നിങ്ങളൊക്കെ പൈസ കൊണ്ട് കൊടുക്കരുത് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യൂ, ഹൈപ്പ് ചെയ്യൂ. നമ്മുടെ വീഡിയോ ഫ്രീ ആണ്. അതെ അതെ, സബ്സ്ക്രിപ്ഷൻ ഇട്ട് നടക്കുക. ആളെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചേച്ചി കൊല്ലക്കാരിയായിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു. അതോ ദൂരം വല്ലതും വന്നതാണോ? ആൾക്കാർ തെറ്റിദ്ധരിച്ച് ചേച്ചി ട്രാൻസ്ജെൻഡർ ആണെന്ന്. പക്ഷെ ഞാൻ ട്രാൻസ്ജെൻഡർ ഒന്നും അല്ല. ആളെ മനസ്സിലായ നമ്മുടെ പർപ്പിള്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ ഉള്ള ചേച്ചിയാണ്. ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ. ഇന്ന് ഞാൻ 15.2K ആയിരുന്നു വൈകുന്നേരം നോക്കിയപ്പോ. 15,200 പേര്. എന്തുവാടേ നീയൊക്കെ എവിടെ? സബ്സ്ക്രിപ്ഷൻ ചേച്ചിയുടെ നോക്കിയപ്പോഴത്തേക്ക് ഏതാണ്ട് 15,000 കടന്ന്. ഒരു സബ്സ്ക്രിപ്ഷന്റെ പൈസ 390 രൂപ. ഞാൻ കാണിച്ചു തരാം. കണ്ട 15,500. അയ്യോ, ഇപ്പൊ 15.5K ആയി. 390 ഡെയിലി കയറിക്കൊണ്ടിരിക്കും. ഡെയിലി 1000 പേര് വീതം. 390 × 15,500. ഒരു മാസം ചേച്ചിക്ക് 60 ലക്ഷം രൂപ. നാലോചോക്ക്. എന്റെ പൊന്നെ, ചേച്ചിയൊക്കെ വേറെ ലെവല്. എല്ലാം കൊറ്റംകുളങ്ങര ദേവിയുടെ അനുഗ്രഹം. എന്നിട്ട് ചോദിക്കാണ്, ചേച്ചി എന്താണ് ഭാവി പ്ലാൻ? സിനിമയിൽ എങ്ങനെ പോകുന്നു? ചേച്ചി പറയാനുള്ള ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ വെച്ച് പോവാം. അത് ഇവിടെ നിന്ന് മാസം 60,000 രൂപ കിട്ടുന്നു. ഇനി എന്തിന് സിനിമ? അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിന് കമ്മിറ്റിക്കാരൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ അമ്പലത്തിന്റെ ചരിത്രം നിങ്ങൾ മാറ്റി എഴുതേണ്ടി വരും. അല്ലെങ്കിൽ ഇത് മൊത്തം ട്രാൻസ്ജെൻഡേഴ്സ് കൊണ്ടുപോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ അതെ, കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്ത് തൊലയ്ക്കാട്ടെ അമ്മമാര്. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ മികച്ച അടിപൊളി വീഡിയോയുമായി അടുത്ത് കാണുന്നവരേക്കും ബൈ ബൈ ഗൈസ്. സബ്സ്ക്രിപ്ഷൻ ഇല്ല നമുക്ക്, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രീ ആണ്. പിന്നെ ഹൈപ്പ് ചെയ്യണം. ഓക്കെ, ഹൈപ്പ് ബട്ടൺ ഓൺ ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ ഗൈസ്.